യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വലിയൊരു തെറ്റാണെന്നുള്ള രീതിയിലാണ് ഒരുപാട് കമൻസ് എൻ്റെ ലൈവിൽ വരുന്നത്. ഒരുപാട് തെറി വിളിച്ചിട്ടാണ് ഒരു പെണ്ണിനെ എല്ലാവരും കൂടെ ലൈവിലിട്ടിട്ട് അപമാനിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും കാണണം. ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആരെയും ചടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കാണണം. ഇത് ഞാൻ പറയാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചൊരു കാര്യമാണ്. പക്ഷെ ഇത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ 3 വർഷമാവാനായി ചാനൽ തുടങ്ങിയിട്ട്. ഒരു 2 വർഷത്തിൻ്റെ അടുത്തായി ലൈവ് തുടങ്ങിയിട്ട്. ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനിക്ക് യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ വിവരമൊന്നുമില്ല. സത്യം പറയാച്ചാൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഷോർട്സ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ലൈവ് ഇടുന്നുണ്ട്. അത് ലൈവ് കഴിഞ്ഞാൽ അപ്ലോഡ് ആവും. അതൊക്കെ അങ്ങനെ ആകും, ആൾക്കാർ കാണും, കിട്ടുന്ന വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പലർക്കും ഒരു എന്താ പറയുക, കേൾക്കുമ്പോൾ ബോറായിട്ട് തോന്നും. പക്ഷേ ഇത് എനിക്കൊരു ബോറല്ല. ഇത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് കൂട്ടുകാരെ അറിയണമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ചെയ്തിടലും ലൈവ് ഇടലൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നലെ പറഞ്ഞതുപോലെ വീഡിയോയ്ക്ക് വേണ്ടത്ര റീച്ചില്ല. പക്ഷേ ലൈവ് ഇടുമ്പോൾ ആദ്യം ബാഡ് കമൻസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് തുടക്കത്തിൽ. പക്ഷേ ഇപ്പം പിന്നെ കുറേ ആയിട്ട് അങ്ങനെ ബാഡ് കമൻസ് ഒന്നും വരലില്ല. ഇപ്പം അതാ കുറേ ആയിട്ട് ഭയങ്കരമായിട്ട് ബാഡ് കമൻസ് ആണ്. എന്താ പറയുക, നമ്മളെ പറയുന്ന തെറികളൊന്നും കേട്ടാൽ ഒരാളും സഹിക്കൂല. അങ്ങനത്തെ വാക്കുകളാണ്. ഒരുപാടൊക്കെ കേൾക്കാത്ത പോലെ പോവും. പിന്നെ എന്താ ചെയ്യുക, തിരിച്ചു മറുപടി പറയാതെ ഇരിക്കാൻ പറ്റുമോ? അത്രയും വലിയ ഈ കമൻസാണ് വരുന്നത്. പറയാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട ഭാഷകളുണ്ട്. അതെല്ലാം പറയുന്നുണ്ട്. ഓരോ ഐഡികളാണ്. അതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അറിയണവരാവും ഇങ്ങനത്തെ കളിയൊക്കെ കളിക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് നമ്മളെ പറ്റി അറിയണവർ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ വേണ്ടാത്ത കമൻ്റ് ഇട്ടിട്ട് തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമുക്ക് വലിയൊരു കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഞാൻ പ്രതികരിക്കണം ആയിരിക്കും എല്ലാവരും കാണുക. മുകളിൽ ലൈവിൽ വന്നിരിക്കുന്ന ആരും അത് കാണുന്നില്ല. അപ്പോൾ ഈ പറയണ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്രയും മോശപ്പെട്ട ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഓരോ കമൻറ്റ് വരുന്നത്. കാരണം ചിലവർക്ക് അറിയാതിരിക്കാം എന്താണ് ഇങ്ങനെ ബാഡ് കമൻറ്റ്സ് എല്ലാ ലൈവിലും വരുന്നത്. പല ലൈവുകളിലും ഇങ്ങനത്തെ ബാഡ് കമൻസ് വരുന്നുണ്ട്. നമ്മൾ ഈ ലൈവും വീഡിയോ ഒക്കെ ചെയ്യുന്നത് മോശം രീതിയാണെന്ന് ഓരോരുത്തരെയും ചിന്താഗതി. ഒരിക്കലല്ല, കോടാനുകോടി ജനങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. എന്താ പറയുക, ആരെ കയ്യിലും ഇങ്ങനത്തെ ഒരു ഫോണുണ്ടോ ആർക്ക് വേണേലും യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിനൊന്നും ഒരു എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബ് ആരെയും കുത്തകയൊന്നുമല്ല. ആർക്ക് വേണേലും തുടങ്ങാം. ഒരു മാസ വരുമാനം സമ്പാദിക്കുക, ചാനലൊക്കെ ഒന്ന് സക്സസ് ആയാലും. പക്ഷെ ഇപ്പം വരുന്ന കുറച്ച് ബാഡ് കമൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതാദ്യം വന്നിട്ട് നമ്മളോട് ഹായ് പറയും. അപ്പം നമ്മൾ തിരിച്ചൊരു ഹായ് പറയും ലൈവിലൂടെ. കാരണം വീഡിയോയ്ക്കൊന്നും റീച്ച് ഇല്ലാണ്ടായപ്പോഴാണ് നമ്മൾ ലൈവുകളൊക്കെ ഇട്ട് തുടങ്ങിയത്. കാരണം കുറച്ച് വാച്ച് ടൈമും സബ്ബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ വരണത് ഒരു ഹായ് ആദ്യം പറയും. അപ്പം ഞാൻ തിരിച്ചൊരു ഹായ് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിന് വരുന്നത് ആ ഐ ഡി വീണ്ടും വേറൊരു വാക്കുകളായിട്ടാണ്, വീണ്ടും വൃത്തികെട്ട വാക്കുകളായിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പം നമ്മൾ സത്യം ഓട്ടോമാറ്റിക്കലി ഈ പേര് ഓർമ്മയിലില്ല. ഫസ്റ്റ് വന്ന് ഹായ് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ ആളെ നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പിന്നെയും ബാഡ് കമൻറ്റുകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ബാഡ് കമൻറ്റ് പറയുന്നത് ആൻ്റണി കുരുവിള എന്ന് പറയുന്ന ഒരു ഐ ഡി നല്ല വേണ്ടാത്ത വർത്താനം പറയും. ഈ NN എന്ന് പറയുന്ന ഒരു ഐ ഡി ഉണ്ട്. ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് നമ്മുടെ ലൈവിൻ്റെ പിറകെ നടക്കുന്ന ഒരാളാണ് NN എന്ന് പറഞ്ഞുള്ള ഒരു ഐ ഡി. പിന്നെ രേഷ്മ ബിനു എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട വാക്കുകളാണ് കമൻറ്റിലൂടെ പറയാൻ പറ്റാത്ത കമൻറ്റുകളാണ്. പിന്നെ ആദി എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡി 1, 2, 3 അതാണ് ആദി എന്ന് പറഞ്ഞൊരു ഐ ഡി. അതും നല്ല വേണ്ടാത്ത വർത്താനം പറയും. അതൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അദീന വിഷ്ണു എന്ന് പറയുന്നത് അതും നല്ലോണം നമ്മളെ തെറി പറയുന്ന ഒരു ഐഡിയാണ്. പിന്നെ സ്റ്റീഫൻ PV, ഈ ആള് ഇതിൻ്റെ മുന്നേ ഒരുപാട് കാലമായി നമ്മളെ ലൈവിൽ വരൽ തുടങ്ങിയിട്ട്. മൂപ്പർക്ക് ഇതുവരെ ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മൂപ്പർ ഇതിൻ്റെ മുന്നേ
ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അമ്മേനെ വിറ്റ് ജീവിക്കാന്നൊക്കെ. ഞാൻ മാത്രമല്ല യൂട്യൂബിൽ വീട്ടിലൊരു അസുഖം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് വീഡിയോ ചെയ്യണതും എല്ലാം വീഡിയോ ചെയ്യണത് ഞാൻ മാത്രമല്ല. പക്ഷെ ഞാൻ പബ്ലിക് ആക്കേണ്ടത് മാത്രമേ പബ്ലിക് ആക്കണുള്ളൂ, അല്ലാതെ രഹസ്യങ്ങളൊന്നും ഞാൻ പബ്ലിക് ആക്കില്ല. ഇന്ന് വരെ അങ്ങനെ പബ്ലിക് ആക്കിയിട്ടുമില്ല. സാഹചര്യം ഇതുവരെ അതിനെ എന്താ പറയുക, ഞങ്ങൾ അനുവദിച്ചിട്ടുമില്ല, ഞാൻ ചെയ്യൂല. പക്ഷെ ഒരുപാട് ഈ വ്യക്തി വൈരാഗ്യം വെച്ച് പറയണ പോലെയാണ് ഇമ്മാതിരി ഐഡികളൊക്കെ വന്നിട്ട് വേണ്ടാത്രം പറയുന്നത്. ഒരുപാട് ആൾക്കാർ അതിനെതിരെ എൻ്റെ ലൈവിൽ അവർക്കെതിരെ പ്രതികരിക്കാനുണ്ടെങ്കിലും ശരി, അവരതൊന്നും വക വെക്കാതെ അതിനനുസരിച്ച് ബാഡ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഐഡികളൊക്കെ. ഇതൊക്കെ എന്തോ ശരിക്കും ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു കളിയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ലക്ഷ്യം വെച്ചിട്ട്, എന്താ പറയുക, നമ്മൾ നശിച്ചു വേണം, ചാനൽ റിപ്പോർട്ട് അടിക്കണം, ഇതൊക്കെയാണ്. പല ലൈവുകളിലും പലർക്കും പല പല നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആളുകളുണ്ട്. ചാനൽ എങ്ങനെയെങ്കിലും നിർത്തണം, കെട്ടിപ്പൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നശിപ്പിക്കണം, ഇതൊക്കെയാണ് ലക്ഷ്യം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന ആൾക്കാരൊക്കെയാണോ ഞങ്ങൾക്ക് ചെലവിന് തരുന്നത്? ഞങ്ങളെ കുടുംബം കഴിയാൻ ഇങ്ങളൊക്കെയാണോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണത്? ഒരിക്കലുമല്ലല്ലോ. ഒരാളെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും എന്താ പറയുക, ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതെന്തുകൊണ്ടാണ് ആരും ചെയ്യാത്തത്? വീണ്ടും 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 ഉപദ്രവിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ പല ഐഡികളുടെ ഈ ബാഡ് കമൻസും നമ്മളതിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പബ്ലിക് ആക്കാൻ നിന്നാൽ അതിനേ നേരം കാണുള്ളൂ. ഈ കാണണ വീഡിയോ കാണുന്ന നിങ്ങളും ചോദിക്കും ഈ പെണ്ണിന് ഇത് തന്നെ ഒരു പണിയുള്ളൂ എന്ന്. അതുകൊണ്ട് സത്യം പറയാച്ചാൽ ഞാൻ അതിന് മെനക്കെടായുകയാണ്. പിന്നെ എന്നോട് ചിരിച്ച് കാണിച്ച് വർത്തമാനം പറഞ്ഞ് കൂടെ ഞങ്ങളും സപ്പോർട്ടിനുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് പേര് ചെവിയാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ പറ്റി കുറ്റം പറയണത് കേട്ടിട്ടുണ്ട്. ചാനലിൽ നീ അങ്ങനെ വീഡിയോ ഇട്ടോ ഇങ്ങനെ വീഡിയോ ഇട്ടോ സക്സസ് ആവും എന്ന് പറഞ്ഞ ആൾക്കാർ വരെ നമ്മളെ പറ്റിയിട്ട് വേറെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് വരെ കണ്ടിട്ടും കേട്ടിട്ടും അതിനെതിരെ പോലും ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. അപ്പം എനിക്കിത് പറയണമെന്ന് തോന്നി. എൻ്റെ പിന്നാലെ നടക്കണ നേരം കൊണ്ട് ലൈവിൽ ഒരുപാട് വൃത്തികെട്ട ലൈവുകളൊക്കെ നടക്കുന്നുണ്ട് യൂട്യൂബിൽ. അതൊക്കെ പോയി നന്നാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ അവിടെയൊന്നും പോയി കമൻ്റ് ഇടൂല. അവരെ വായെന്നൊക്കെ നല്ലോണം കേട്ട് നിങ്ങൾ മുട്ടുമടക്കി പോരേണ്ടി വരും. അതുകൊണ്ടാണ് സാധാരണക്കാരായ എന്നെ പോലത്തെ ആൾക്കാർ ലൈവും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് അവിടെ നടത്തിയാൽ നടക്കും എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത് വെച്ചാൽ ഒരിക്കലും ഇല്ല, അത് നടത്തിയാൽ നടക്കണ കാര്യമില്ല. നമ്മളെ തോൽപ്പിക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട. തോൽക്കാൻ തയ്യാറായിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. വീണ്ടും 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 കിടന്ന് പിന്നാലെ വന്ന് ആക്രമിക്കാൻ നിൽക്കണ്ട. സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഒരു ആവശ്യം വന്നാൽ ഒരാളെ മുന്നിൽ ഇന്ന് വരെ ഇറന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ ശല്യം ചെയ്യണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും പറയാലോ. ഇപ്പം അനീഷേട്ടൻ പണിക്ക് പോണതും എൻ്റെ അമ്മ അപ്പം സുഖമില്ലാഞ്ഞിട്ടും പണിക്ക് പോണത് ഞങ്ങളെ കുടുംബം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അങ്ങനെ ജീവിച്ചോളാം. അതുകൊണ്ട് ഈ ബാഡ് കമൻറ്റ് പറയാൻ വരുന്ന ആൾക്കാർ ഇനി എൻ്റെ ലൈവിൽ വന്നാൽ ഞാനത് സത്യമായിട്ടും ഞാനത് സൈബറിൽ കൈമാറും, ഉറപ്പാണ്. ഈ ഐഡികൾ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമല്ല. കള്ള ഐഡിയിൽ വന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടുപിടിക്കില്ല എന്ന്, വെറുതെയാണ്. കണ്ടുപിടിച്ച് വീട്ടിലേക്ക് പണി വരും. അതിനുള്ളതൊക്കെ ചെയ്യാനുള്ള ആളുകളും നമുക്കുണ്ട്. സത്യം പറയാച്ചാൽ എല്ലാ പിടിപാടുകളും ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഇതിന് സഹകരിക്കാനായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ബാഡ് കമൻ്റ് ഇട്ടിട്ട് എൻ്റെ ചാനൽ നിർത്തിക്കാനോ കൂട്ടിക്കാനോ റിപ്പോർട്ട് അടിക്കാനോ ആരും നിൽക്കണ്ട. എല്ലാവരും പല പല രീതിയിൽ ബാഡ് കമൻറ്റ് പറഞ്ഞ് തളർത്താൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഓരോ ലൈവ് ഇടുമ്പോഴും. അപ്പോൾ എല്ലാവരോടും കൂടി പറയാം, ഇതിനൊന്നും ഞാൻ തളരാൻ തയ്യാറല്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്കിത് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടേനി, അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തു. എന്നും ഇങ്ങനെയുള്ള കണ്ടൻറ്റായിട്ട് വീഡിയോ ആയിട്ട് വരുമെന്നല്ല, ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ കണ്ട് കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂടെ കട്ടയ്ക്കുള്ള ഫ്രണ്ട്സൊക്കെ കൂടെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ, സി യു.